മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂളിംഗ് പീരീഡ് എങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായി നേരത്തെ IAS-കാരനായ ഒരാളെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിലേക്ക്, കമ്മീഷൻ ചുമതലയിലേക്ക് മാറുമ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാറുണ്ട് മറ്റെല്ലാ ചുമതലകളും ഒഴിവാക്കണം. അങ്ങനെ എല്ലാ ചുമതലകളും ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ആളെ വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുന്ന ഒരാളെ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ സ്വാഭാവികമായിട്ടും സിവിൽ സർവന്റ് എന്ന നിലയിൽ മറ്റു ചുമതലകളിലേക്ക് പോകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ നിയമിക്കുന്നത് പൊതുവെ ഇപ്പോൾ വലിയൊരു ആശങ്കകൾ സമൂഹത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായ സംഗതിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ബംഗാളിൽ എടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിൽ ഈ കാര്യത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ചും തമിഴ്നാട്, കേരളം BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ പരാജയപ്പെടുന്നു. ബംഗാളിൽ BJP അധികാരത്തിൽ വരുന്നു. അത്തരം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കേരളം ഇപ്പൊ ഭരിക്കുന്ന മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് തന്നെ, പാർലമെന്റിലെ നേതാവ് തന്നെ ഇത് കൊള്ളമടക്കുന്നുണ്ടെന്നും അതിന് പ്രതിഫലമാണെന്നും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കിയത്? അത് പരിശോധിക്കേണ്ട ഭാഗമാണ്. രണ്ടിപ്പോ എറണാകുളത്തെ കുടിയൊഴിക്കൽ പ്രശ്നത്തിൽ നേരത്തെ തന്നെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇപ്പൊ ചിലരെ ചോദിക്കുകയുണ്ടായി, ഇപ്പോ കോടതിയിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നേരത്തെ പോകാതിരുന്നത് എന്ന ചോദ്യം വരികയുണ്ടായി. യഥാർത്ഥത്തിൽ ഇപ്പോ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പോകുന്ന കേസ് കഴിഞ്ഞ ഗവൺമെന്റ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഗവൺമെന്റിന് ഫയൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയതുപോലെ ഇത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസാണ്. ആ കേസിനകത്ത് എക്സിക്യൂഷൻ പെറ്റീഷൻ വന്നപ്പോൾ പലതവണ അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നെങ്കിലും വലിയ ജനകീയ പ്രതിരോധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നു. ആ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി പോലീസിന് തന്നെ ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടിയൊഴിക്കണം. അങ്ങനെ കത്ത് കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ കോടതിക്ക് അധികാരമില്ല. ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ മറുപടി നൽകി. ആ ഘട്ടത്തിൽ തന്നെ കോടതി വീണ്ടും ഒരു ഉത്തരവിലേക്ക് വന്നു. അപ്പൊ ആ ഉത്തരവിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 30 മറ്റാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കത്ത് കോടതിയുടെ ഇടപെടലുണ്ടായത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കേസ് നൽകുകയുണ്ടായി. ആ കേസാണ് തൽക്കാലം മറ്റു നടപടികളിലേക്ക് പോകാതെയുള്ള സമയം നൽകി. ഇപ്പോ പരിഗണിക്കാൻ പോകുന്നത് അന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്ത കേസാണ്. അല്ല, നമ്മളിപ്പോ കാണേണ്ട ഭാഗം എന്താ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പുവരികയാണല്ലോ. ആ ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്റ് നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ബംഗാളിൽ നടന്ന സമാനമായ നിയമനത്തെക്കുറിച്ച് പറഞ്ഞത് വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലമെന്നാണ്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പൊ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതിൽ കൊള്ള നടത്തിക്കൊണ്ടാണെന്നാണ് കോൺഗ്രസിന്റെ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രതിഫലം നൽകിയിരിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന കമ്മീഷനായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചുമതല കൊടുക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനൊരു നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയപ്പോ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ നിയമനം ഇത് ഏത് രൂപത്തിലാണ് കോൺഗ്രസ് കാണുന്നത്? അത് അവരാണ് വ്യക്തമാക്കേണ്ടത്.